എന്ന് പറയാൻ എനിക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അതൊന്ന് ഒരു നറേഷൻ ആവശ്യമുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ കൗൺസിലിംഗ് സെഷൻ. ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നു. ഐ എം മേക്കിംഗ് ആൻ അവയർനെസ് ഓൺലി. എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടത്തക്കമുള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല, ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മെറ്റീരിയൽസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചു തന്നത്. അപ്പൊ മെറ്റീരിയൽസ്, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാം നമ്മൾക്കിപ്പം ഫിംഗർ ടിപ്പിൽ തന്നെ ഇൻഫർമേഷൻ എല്ലാം കിട്ടും. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. നമ്മൾക്ക് തന്നെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ക്ലിയർ അവർ ഡൗട്ട്സ്. നമുക്കതൊക്കെ കഴിയും, ഒരു പരിധി വരെ അത് കഴിയും. പിന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറയുമ്പം ചില കോടതി വിധികൾ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ചില ഡയറക്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റൊരാളുടെ എന്താ പറയുക, ഒരു സഹായം തേടേണ്ടി വരുന്നത്. നിങ്ങളെല്ലാം അതിന് സ്വയം പര്യാപ്തമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആളർ വെൽ എഡ്യൂക്കേറ്റഡ്, എല്ലാവരും വെൽ നോളജ്ഡ് ആണ്. നിങ്ങൾക്ക് പക്ഷേ യു ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടൈം. അതാണ് ദാറ്റ് ഇസ് ദ മെയിൻ കൺസ്ട്രെയിന്റ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ ടെക്സ്റ്റ് ബുക്കും അതിന്റെ ചിലതിന്റെ മലയാളം തന്നെ അത് തന്നെ ഡിറ്റോ ഞാൻ അയച്ചതാണ്. അപ്പം യു ക്യാൻ പെറൂസ് ഇറ്റ്. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഞാൻ കഴിഞ്ഞ ഭാഗത്ത് നിന്ന് വീണ്ടും ഞാൻ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എംഫസിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ളത് ലീവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ലീവ് വിത്തൗട്ട് അലവൻസ് ടു ടേക്ക് അപ്പ് അതർ എംപ്ലോയ്മെന്റ്. അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പൻഡിക്സ് 12A ഇത് കൂടുതലായിട്ട് പറഞ്ഞു. ഇപ്പോഴത് 5 വർഷമായിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ 5 വർഷം വരെ നമുക്ക് ലീവ് കിട്ടും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രൊബേഷണർ. അപ്പൊ ഒരു പ്രൊബേഷണർക്ക് LW എടുക്കാമോ, LW കിട്ടുമോ, അപ്പൊ LW എടുത്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ പലരും ചില പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, ചില കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ നമുക്കൊരു ജോലി കിട്ടുക. അപ്പം ജോലി എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ പലരും പറയാറുണ്ട്, സാർ ഞങ്ങള് ഞങ്ങള് ജോലി കിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഞാനത് അഡ്വൈസ് ചെയ്യാറില്ല. അതിന് സോ മെനി റീസൺസ്. കാരണം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മുടെ സർവീസ് നമ്മൾ സാധാരണക്കാർക്ക് കൂടെ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ വെദർ എ പ്രൊബേഷണർ ക്യാൻ ടേക്ക് LWA. വളരെ വിശദമായിട്ട് അത് പറയേണ്ട കാര്യമാണ്, പക്ഷെ ഞാൻ അതിനെ ചുരുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇപ്പൊ പ്രൊബേഷണർക്ക് LWA അനുവദിച്ചതിന് ശേഷം മാത്രമേ അത് എൻജോയ് ചെയ്യാവൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് നമ്മൾ ഇതായിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മുടെ അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയിട്ട് ചിലയിടത്തൊക്കെ ട്രീറ്റ് ചെയ്യും. അനുവദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അത് എൻജോയ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. LWA നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾക്ക് അനുവദിച്ച് കിട്ടിയാൽ പ്രൊബേഷൻ നമ്മൾ എത്ര കാലം ജോലി ചെയ്തു എന്നുള്ള ആ പീരീഡ് കണക്കിലെടുക്കത്തില്ല. നിങ്ങൾ വീണ്ടും ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ 1 വർഷം 10 മാസം ജോലി ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ 2 വർഷം ആ പ്രൊബേഷൻ. ഇപ്പം ഞാൻ പ്രൊബേഷനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ 1 വർഷം 10 മാസം ജോലി ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഇൻക്രിമെന്റ് കമ്പൽസറി ആണ്. നമ്മൾ ആ ഫസ്റ്റ് ഇൻക്രിമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് ഇൻക്രിമെന്റ് ആണ് ഇറ്റ് വിൽ ബി ഗിവൺ ഓൺലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് യുവർ പ്രൊബേഷൻ. അപ്പൊ സെക്കൻഡ് ഇൻക്രിമെന്റ് 2 മാസം കൂടെ കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഈ മീൻ ടൈം നിങ്ങൾ ഈ 2 മാസത്തെ ഡ്യൂറേഷനിൽ നിങ്ങൾ ലീവ് എടുത്ത് പോയി കഴിയും. PG പഠിക്കാനോ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിക്കാനോ അങ്ങനെ മാലിക് ഫെലോഷിപ്പ് ചെയ്യുന്നോ അതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയി കഴിയും. അപ്പോൾ ആ പീരീഡ് നമ്മൾക്ക് റിലിംഗ്വിഷ് ചെയ്യേണ്ടി വരും. അത് വേവി ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾക്ക് പരിഗണിക്കത്തില്ല. യു ക്യാൻ റീജോയിൻ ആസ് എ ഫ്രഷർ. നിങ്ങൾ തിരിച്ച് അപ്പൊ അവിടെ വേറൊരു പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തു, ശരിയാണ്. വേക്കൻസി ഉള്ളിടത്ത് നമ്മളെ പോസ്റ്റ് ചെയ്യും. ആ പീരീഡ് പിന്നെ റെഗുലറൈസ് ചെയ്യേണ്ട ചില പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞൊരു ലീവ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. 99 അതിപ്പോഴില്ല. അത് എടുത്തു കളഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സർക്കാരിന് അത് നഷ്ടമാണ്. അപ്പം സ്റ്റഡി ലീവ് ഒമിറ്റ് ചെയ്തു. അപ്പൊ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ ലീവ് നമ്മുടെ KSRൽ ഒരു കാലത്തുണ്ടായിരുന്നു. അത് കുറച്ച് കാലം മുമ്പേ അതിനെ എടുത്ത് കളയുകയും ചെയ്തു. അപ്പൊ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ ലീവ് ഇല്ല.
പക്ഷേ LWA ഫോർ സ്റ്റഡി പർപ്പസ് കിട്ടും. റൂൾ 110C അപ്പൻഡിക്സ് 12B അനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പൻഡിക്സ് 12B നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി ലീവ് കിട്ടും. സ്റ്റഡി പർപ്പസിന് നമുക്ക് ലീവ് കിട്ടും. മാത്രമല്ല അവിടെ ഈ പ്രൊബേഷണർക്ക് ഇതേ റൂള് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, റീസെന്റ്ലി വന്ന ഒരു ഡൗട്ട് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ പലരും കരിയർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഹയർ സ്റ്റഡീസിന് പോകും. ഒരു സാധ്യതയാണ് പറയുന്നത്, അത് നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉറപ്പ് പറയുന്നില്ല. ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. ദർ ഇസ് എ പോസിബിലിറ്റി. അപ്പൊ കരിയർ ഇംപ്രൂവ്മെന്റ് അനുവദിച്ചിട്ടുണ്ട്. ഈ കരിയർ ഇംപ്രൂവ്മെന്റ് അനുവദിച്ചിട്ടുള്ളപ്പം നിങ്ങൾക്ക് ആ പീരീഡ് വേണമെങ്കിൽ, നിങ്ങൾ ആ പോകുന്ന ആ LWA പീരീഡ് വേണമെങ്കിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ അത് റിവേഴ്സ് ചെയ്ത് ഡെപ്യൂട്ടേഷൻ ആക്കി തരാം. പ്രീസിഡൻസ് ഉണ്ട്, മുൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഒരാളിപ്പം MD പീഡിയാട്രിക്സ് കഴിഞ്ഞു, വേണമെങ്കിൽ DM പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ പീഡിയാട്രിക്സ് സർജറി പഠിക്കാൻ പോകണം. അത് എവിടെ നമ്മുടെ എയിംസിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ജോലി ചെയ്യുന്നതിന് MBBS മതി. പിന്നെ സ്പെഷ്യാലിറ്റി കാർഡിന് മാത്രമേ ഉള്ളൂ മറ്റേ സ്പെഷ്യാലിറ്റി വേണ്ടത്. പക്ഷെ അത് സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു എനിക്കറിയില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എന്തെങ്കിലും അഡീഷണൽ ഇൻക്രിമെന്റോ മറ്റെന്തെങ്കിലും പ്രിവിലേജസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മെഡിക്കൽ കോളേജിൽ ജോലിക്ക് ആവശ്യമാണ്, നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ കരിയർ ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്താണ് നമ്മൾക്ക് വേണമെങ്കിൽ സർക്കാരിന് ഡെപ്യൂട്ടേഷൻ തരാം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളൂ, അതൊരു മാൻഡേറ്ററി പ്രൊവിഷൻ അല്ല, കിട്ടുമെന്ന് ആരും ഉറപ്പിക്കേണ്ട. ഇനിയിപ്പോ നാരായൺ സാർ പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളെ അങ്ങനല്ല, മുൻ ചിലർക്കൊക്കെ കൊടുത്തു. അതെനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം അങ്ങനെ പോയിട്ടുള്ളവർ അങ്ങനെ വേണമെങ്കിൽ വിത്തിൻ 1 ഇയർ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ അത് സാധ്യമാക്കാവുന്നതാണ്. അതിൽ ചില പറയുന്ന മാനദണ്ഡങ്ങൾ, നമ്മുടെ നാട്ടിൽ പല മാനദണ്ഡങ്ങളുണ്ട്. പ്രയോറിറ്റി ഉണ്ട്, പ്രിവിലേജസ് ഉണ്ട്, പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് മറ്റു പല എന്താ പറയുക മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് അത് കിട്ടും. അപ്പൊ ആ സ്റ്റഡി പർപ്പസിന് വേണമെങ്കിൽ കിട്ടും. ഇനി മാക്സിമം പീരീഡ് സ്റ്റഡി പർപ്പസ് 5 വർഷമാണ് കിട്ടും. അത് ഓർത്തോളുക. മാക്സിമം പീരീഡ് LWA സ്റ്റഡി പർപ്പസ് കിട്ടുന്ന 5 years ആണ്. ഇനി അതുപോലെ തന്നെ 110D ഉണ്ട്. 110D എന്ന് പറയുന്നത് അപ്പൻഡിക്സ് 12C LWA ടു ജോയിൻ സ്പൗസ്. ഭാര്യ വിദേശത്ത് അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്താണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കുന്നതിനോ അവർക്ക് ഇത് ചെയ്യുന്നതിനോ അനുവദിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ നമ്മള് ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് കണ്ടീഷൻ അനുസരിച്ചാണ്. അപ്പൻഡിക്സ് 12 ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതനുസരിച്ച് എന്ത് പറഞ്ഞാലും പരമാവധി 5 വർഷത്തിൽ കൂടുതൽ LWA കിട്ടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പരമാവധി 5 വർഷത്തിൽ കൂടുതൽ സർവീസിൽ കിട്ടത്തില്ല. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഈ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് നമ്മൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് പരിക്ക് പറ്റും, ഗ്രീവിയസ് ഹേർട്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ജോലിക്കിടയിൽ ഇപ്പൊ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഇപ്പൊ ഡോക്ടേഴ്സിന് ഒരുപാട് എന്താ പറയുക വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. ഇപ്പൊ പല അക്രമ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വളരെ ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എനിക്കറിയാം, എന്റെ നാട്ടിൽ തന്നെയാണ് വന്ദന എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ഏവരും ദുഃഖത്തോടു കൂടി കണ്ട ഒരു കാഴ്ചയാണ്. അപ്പൊ ഗ്രീവിയസ് ആയിട്ട് പലർക്കും സംഭവിക്കാം. പിന്നെ ചില അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ഈ പറയുന്ന പോലെ ഇപ്പൊ കണ്ണാടിച്ചില്ല അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്ന് നമ്മുടെ തലയിൽ കൊള്ളുക അല്ലെങ്കിൽ കണ്ണിന് കൊള്ളുക, വളരെ മാരകമായ മുറിവുകളേൽക്കാം. അങ്ങനെ വരുമ്പോൾ പരമാവധി 24 മാസം വരെ കിട്ടും. 24 മാസം വരെ കിട്ടും. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് മാക്സിമം 24 മാസം വരെ കിട്ടും. അത് ഓർത്തോളൂ. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് പരമാവധിയാണ് ഞാൻ പറഞ്ഞത്. അത് ഡിപ്പെൻസ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്യാദി വസ്തുതകളൊക്കെ വേണം. അതനുസരിച്ചേ കിട്ടത്തുള്ളൂ. അതിൽ കണ്ടീഷൻസ് ഒരുപാട് പറയുന്നുണ്ട്. കണ്ടീഷൻ അനുസരിച്ചേ കിട്ടത്തുള്ളൂ. അതിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, റൂൾ 97 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റൂൾ 97 വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കണ്ടൻസ് ഇൻഗ്രീഡിയൻസ് കിട്ടും. അതനുസരിച്ചാണ് നമ്മൾക്ക് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഇത്ര വലിയൊരു സംഹിത നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയും കൂടാണ്. അപ്പൊ എന്റെ പരമാവധി ആ ഒരു ഇതനുസരിച്ച് ഞാനത് എന്താ പറയുക, ഒരു മനോധർമ്മം അനുസരിച്ച് പരമാവധി ഞാനത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കിക്കൂടാ. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു,
മെറ്റേണിറ്റി ലീവ്. എന്താണ് മെറ്റേണിറ്റി ലീവ്? വാട്ട് ഈസ് മെറ്റേണിറ്റി ലീവ്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഫീമെയിൽ എംപ്ലോയീസിന് പരമാവധി 180 ദിവസം വരെ മെറ്റേണിറ്റി ലീവ്, 6 മാസം വരെയാണ് അത് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ മെറ്റേണിറ്റി ലീവ് 180 ദിവസം വരെയാണ് അനുവദിച്ചിരിക്കുന്നത്. പിന്നെ ഇനി വേറൊരു അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഈ പറയുന്നത് പോലെ കിട്ടുന്നതെങ്കിൽ, PSC അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ആ 1 മാസം കഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ കിട്ടും. അവിടെ അങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. അപ്പൊ അപ്പോൾ 180 ദിവസം എന്നുള്ള പ്രൊവിഷൻ അല്ല കിട്ടുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു 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 പുതിയൊരു പ്രൊവിഷൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്തോളുക. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ അബോർഷൻ 42 ഡേയ്സ് ആണ് പറയുന്നത്, 6 months. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ആരെങ്കിലും ഡോക്ടേഴ്സ് ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. ഈ ഇതില് എന്താണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് ഇതുമായിട്ട് അത്രയും നോളജ് ഇല്ല, എന്നാലും ഞാൻ പറയാ, എന്താണ് ഒരു യൂട്രസ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് എന്തോ 6 weeks വേണം, അങ്ങനെ എന്തോ ആണെന്നാണ് എന്റെ അറിവ്. ശരിയുമാകാം തെറ്റുമാകാം, അതിൽ തെറ്റാണെങ്കിൽ പൊറുക്കുക. ആരെങ്കിലും ഡോക്ടേഴ്സ് അതിന് മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അത് 42 ഡേയ്സിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും കേൾക്കുന്നവർ മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ബിന്ദു ഡോക്ടർ, പ്ലീസ് ക്യാൻ യു മേക്ക് എൻ ആൻസർ? സാറേ, അത് ഹെൽത്ത് റീഗെയിൻ ചെയ്യാനുള്ള ഒരു പീരീഡ് ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. 42 ഡേയ്സ് അല്ലാതെ ഞാൻ അപ്പൊ എന്റെ ധാരണ തെറ്റ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്രസ് പൂർവ്വസ്ഥിതിയിലാവുക, അല്ലെങ്കിൽ അവർക്ക് അതിന് എന്താ പറയുക, ഒരു ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായി ഈ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന് 42 ഡേയ്സ് വേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അത് ചിലപ്പോൾ ശരിയാകാൻ തെറ്റുക. അതാ ഞാൻ പറഞ്ഞ എന്റെ ധാരണ ശരി തെറ്റാണെങ്കിൽ പൊറുക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് മുമ്പേ ഒരു മുൻകൂർ ജാമ്യം എടുത്ത 42 ഡേയ്സ് എന്നുള്ളത് എന്താണ് ഇംപ്ലിക്കേഷൻ എന്നുള്ളത്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സം മെഡിക്കൽ കണ്ടീഷൻസ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ എക്സാക്ട് കണ്ടീഷൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ അവിടെ ഒരു മിസ്കാരേജ് ലീവ് 42 ഡേയ്സ് അത് അനുവദിച്ചിട്ടുണ്ട്. അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കുകയും വേണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അപ്പം അത് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓതറൈസ്ഡ് മെഡിക്കൽ അറ്റൻഡന്റ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓതറൈസ്ഡ് മെഡിക്കൽ അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ ചൈൽഡ് അഡോപ്ഷൻ. നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം മെറ്റേണിറ്റി ലീവ് 180 ഡേയ്സ് ആണെങ്കിൽ ചൈൽഡ് അഡോപ്ഷൻ ലീവ് 180 ദിവസം അനുവദിച്ചിട്ടുണ്ട്. ചൈൽഡ് അഡോപ്ഷൻ ലീവും മെറ്റേണിറ്റി ലീവിന് സിമിലർ ആയ 180 ദിവസം അനുവദിച്ചിട്ടുണ്ട്. അതും മെറ്റേണിറ്റി ലീവിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അനുവദനീയമാണ്. ചില ആനുകൂല്യങ്ങൾ മെറ്റേണിറ്റി ലീവിന് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവിന് കൂടെ തുടർന്ന് 60 ദിവസം LW എടുക്കാം. അപ്പം ഈ 60 ദിവസം ഞാൻ പറഞ്ഞു, മെറ്റേണിറ്റി ലീവിന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ അതിനും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മെറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്. അതുപോലെ തന്നെ പെറ്റേണിറ്റി ലീവ്, പിതൃത്വ അവധി 102B റൂള് 102Bയിലാണ് പിതൃത്വ അവധി അഥവാ പെറ്റേണിറ്റി ലീവ്. അത് പറഞ്ഞിരിക്കാൻ 10 ഡേയ്സ് ആണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. പിതൃത്വ അവധി 10 ദിവസം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഇത് അവൈൽ ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഡെലിവറി ഡേറ്റ് മുതൽ 3 months വരെ ഇത് ഈ 10 ദിവസം ഈ എൻഡേറ്റിലാണ് എലിജിബിൾ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് 2011 മുതലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2011 മുതലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മെറ്റേണിറ്റി ലീവ്. അപ്പം ഞാൻ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മെറ്റേണിറ്റി ലീവ് 180 ദിവസം, ചൈൽഡ് അഡോപ്ഷൻ ലീവ് 180 ദിവസം, അതുപോലെ തന്നെ മിസ്കാരേജ് ലീവ് ഓർ അബോർഷൻ ലീവ് 42 ഡേയ്സ്, ദെൻ പെറ്റേണിറ്റി ലീവ് 10 ഡേയ്സ്. ബിന്ദു ഡോക്ടർ വന്നിരിക്കും. എന്തൊരു സംശയം? എനി ഡൗട്ട് ഡോക്ടർ പ്ലീസ്? ബിന്ദു ഡോക്ടറിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? സാറേ, ചോക്ക് സ്ലിപ്പർ ഡൗട്ട്സ് ഒന്നും വന്നിട്ടില്ല. ചാറ്റ് ബോക്സിലൊന്നും ഡൗട്ട് സ്ലിപ്പർ വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ പെറ്റേണിറ്റി ലീവ് ഞാൻ പറഞ്ഞു 2011 മുതലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിന്റെ കാര്യം പറഞ്ഞു. 24 months ഞാൻ പറഞ്ഞിരുന്നു. 24 months. ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുമ്പോൾ ഏകദേശം സിമിലർ ടു ദി സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ആണ് ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത്. അവിടെ ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇനി ഞാൻ കുറെ ലീവുകളെ കുറിച്ച് ഞാൻ സ്പെഷ്യൽ ലീവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനിയും ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്.
ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. സാധാരണഗതിയിൽ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് 15 ദിവസമാണ്. നോൺ വെക്കേഷന് 20 days ആണ്. അപ്പം നമ്മൾക്ക് ഇനി അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് മാക്സിമം 15 ദിവസമാണ്. ഇനി വേറൊരു കാര്യം, പ്രൊഫഷണൽ എംപ്ലോയീസിനും അങ്ങനെ ഒരു കാര്യമുണ്ട്. പ്രൊഫഷണൽ എംപ്ലോയീസിനും ഈ പറയുന്ന റൂളുകൾ ബാധകമാണ്. പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ് ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓർത്തുകൊള്ളുക. കാഷ്വൽ ലീവ് പരമാവധി അവിടെ കലണ്ടർ ഇയർ ആണ് എടുക്കുന്നത്. കാഷ്വൽ ലീവ് ഫിനാൻഷ്യൽ ഇയർ അല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കലണ്ടർ ഇയറിലാണ് 20 കാഷ്വൽ ലീവ് നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ളത്. പിന്നെ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 15 കാഷ്വൽ ലീവാണ് അനുവദിച്ചിട്ടുള്ളത്. അത് ഓർത്തോളുക. ഇപ്പൊ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത്, കാഷ്വൽ ലീവ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. കാഷ്വൽ ലീവ് ഡ്യൂട്ടി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ കാഷ്വൽ ലീവ് എന്ന് പറയുമ്പോൾ ലീവ് അല്ല, നമ്മൾ അദ്ദേഹം കാഷ്വൽ ലീവ് എടുക്കുന്നത് ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. ഡ്യൂട്ടിയിലാണ്, പക്ഷെ അതൊരു എക്സ്ട്രോർഡിനറി ലീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി മറ്റു ചില കാര്യങ്ങളുണ്ട്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് നമ്മൾക്ക് ഒരുപാട് പല കാര്യങ്ങൾക്കും സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില അസുഖങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. സ്മോൾ പോക്സ് ഇപ്പോഴില്ല. പ്ലേഗ്, കോളറ, ടൈഫോയിഡ്, ന്യൂമോണിയ, ഡിഫ്തീരിയ ഇതുപോലുള്ളത്, ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ലീവ് അനുവദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് അപ് ടു 21 days ഇൻ ഓർഡിനറി കോഴ്സ് ആൻഡ് അപ് ടു 30 days ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് ഗ്രാൻഡഡ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, സ്പെഷ്യൽ കാഷ്വൽ അപ് ടു ആണ് പറഞ്ഞിരിക്കുന്നത്. 21 days ആണ് അപ് ടു പരമാവധി. ഇപ്പൊ അസുഖങ്ങൾ ഭേദമാവുന്ന അനുസരിച്ച് 21 days അപ് ടു ആണ്. മാക്സിമം പറയുന്നുണ്ട്, മാക്സിമം ആൻഡ് അപ് ടു 30 days ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നുണ്ട്. അത് റൂള് അപ്പൻഡിക്സ് 7 KSRൽ പറയുന്നുണ്ട്. റൂൾ 2(1) അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ആന്റി റാബിക് ട്രീറ്റ്മെന്റ്, പേപ്പട്ടി കടിച്ചാൽ പരമാവധി നമ്മൾ പറയുന്നുണ്ട് 14 days അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് എക്സാക്ട് ട്രീറ്റ്മെന്റിനുള്ള ഡേറ്റ് എന്നുള്ളതാണ് ഇപ്പോഴ് പറയുന്നത്. അതും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമുക്ക് തീർത്തു പോകണം. നമുക്ക് എല്ലാം കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും, എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് പരമാവധി ഞാൻ കവർ ചെയ്യാം. ഇനി നമുക്കെല്ലാം ഏറ്റവും അത്യാവശ്യമുള്ള വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് 4 ദിവസമാണ് മാക്സിമം കിട്ടുന്നത്. അതായത് 2 days വെച്ച് സ്പെഷ്യൽ കാഷ്വൽ ലീവ് പോലെ അനുവദിക്കുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞു. അപ്പം നമ്മൾക്ക് കൊടുക്കാം മാക്സിമം നമ്പർ ഓഫ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് 4 വരെ കിട്ടും. ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് കിട്ടും. അത് വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. സാധാരണഗതി എനിക്ക് തോന്നുന്നു 6 മാസം കൂടുമ്പോഴാണോ 3 മാസം കൂടുമ്പോഴാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നത്. ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നത് എപ്പോൾ വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. എനിക്കതിനെപ്പറ്റി അറിയാൻ വയ്യ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് ഡ്യൂറേഷൻ ഉണ്ടോ? ഇന്നിപ്പം ജനുവരി 1-ാം തീയതി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി എത്ര കാലം കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും? 6 months ആണോ 3 months ആണോ? അതിന് അങ്ങനെ വല്ല ഡ്യൂറേഷൻ വല്ലതും മെഡിക്കലി ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ 3 to 4 months ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ 4 ദിവസം മാക്സിമം 4 days സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയം വരാനുള്ളാവുന്ന അപ്പൊ ഇനിയും എല്ലാവർക്കും സംശയം വരാനുള്ള ഒരു കാര്യം പറയാൻ പോവാണ്. കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് ഒരു കലണ്ടർ ഇയറിലെ പരമാവധി 15 ദിവസമാണ് കിട്ടുന്നത്. കോമ്പൻസേഷൻ ലീവ് എന്താണ്? കോമ്പൻസേഷൻ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതായത് ഹോളിഡേ ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ലീവ് അവൈൽ ചെയ്യാവുന്നതോ ലീവ് എൻജോയ് ചെയ്യാവുന്നതോ ആയ ദിവസം നമ്മൾ ജോലി ചെയ്യും. ഇനി എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന 6 days കണ്ടിന്യൂസ് ജോലി ചെയ്താൽ 7th day നമ്മൾക്ക് റെസ്റ്റ് വേണം. റെസ്റ്റ് ഡേ ആയിരിക്കും. അതാണ് 6 ദിവസം ജോലി ചെയ്താൽ നമുക്ക് 7ാമത്തെ ദിവസം അവധി കിട്ടുന്നത്. പക്ഷെ നമുക്ക് 15 ദിവസം നമ്മൾക്ക് പരമാവധിയാണ് ഒരു കലണ്ടർ ഇയറിൽ 15 ദിവസം കോമ്പൻസേഷൻ ലീവ്. സാധാരണഗതിയിൽ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ കാര്യം അല്ലേ സംസാരിക്കുന്നത്, നോർമൽ ആളുകളുടെ കാര്യമാണ് സംസാരിക്കുന്നത്.
അപ്പൊ അവർക്ക് പരമാവധി 15 ദിവസമാണ് എടുക്കാവുന്നത്. ശരിക്കും പറഞ്ഞാല് അവിടെ ഒരു കാര്യം പറയുന്നത്, ദ മാക്സിമം നമ്പർ ഓഫ് ദിസ് ലീവ് അറ്റ് ക്രെഡിറ്റ് ഷാൽ നോട്ട് ബി മോർ ദാൻ 10 days അറ്റ് എ ടൈം എന്നാണ്. 15 ദിവസത്തോടെ ഒരുമിച്ചിട്ട് പരമാവധി 10 ദിവസം വരെ ബാക്കി എടുത്ത് തീർത്തുകൊള്ളുക, അതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലീവിന് മുൻകൂർ അനുമതി ഇല്ലാതെ അവൈൽ ചെയ്യാൻ പാടില്ല. അതും ഒരു ദിവസം 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത് എൻജോയ് ചെയ്തിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജനുവരി 1-ാം തീയതി നിങ്ങൾ അവധിയായിരുന്നു, ജനുവരി 1-ാം തീയതി ജോലി ചെയ്താൽ നിങ്ങൾ മാർച്ച് 31-നകത്ത് അവൈൽ ചെയ്തിരിക്കണം. ആ ജനുവരി 1-ാം തീയതി ലീവ്, കോമ്പൻസേഷൻ ലീവ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓർത്തുകൊള്ളുക, കോമ്പൻസേഷൻ ലീവ്. പക്ഷെ ഡോക്ടർമാരുടെ കേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് 22 ലീവാണ് അനുവദിച്ചിരിക്കുന്നത്. 22 ലീവാണ് അനുവദിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർവീസിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒ പി ടൈം ഫിക്സ് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയം കഴിഞ്ഞ് ഒരു 50 പേഷ്യൻസ് കൂടെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ 50 പേഷ്യൻസിനും കൂടെ നോക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് റിലീവ്ഡ് ആവാൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സർവീസാണ്. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. 22 നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിവിലേജ്ഡ് പേഴ്സണാലിറ്റീസ് എന്നുള്ള അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നുള്ള മട്ടിലാണ് ആ 22 എണ്ണം അനുവദിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് എൻഹാൻസ് ചെയ്തൊരു ഓർഡർ അവർക്ക് ഇറങ്ങി, പിന്നെ അത് റിപ്പീൽ ചെയ്തു. അതിപ്പോഴും ഇപ്പൊ ആ നിലവിലില്ല. പലർക്കും സംശയം ഉണ്ടാവും. കോമ്പൻസേറ്ററി ഓഫ്, ഹോളിഡേ, ക്യാഷ് ലീവ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാവുന്ന ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചു. കോമ്പൻസേഷൻ ലീവ്, ഹോളിഡേ, പിന്നെ ഒരു ക്യാഷ് ലീവ്. ആരെങ്കിലും അങ്ങനെ എടുത്തിട്ടുണ്ടോ? പ്ലീസ് ഡോക്ടറെ, എത്ര പേര് കയറിയിട്ടുണ്ട്? ഡോക്ടറെ, ബിന്ദു ഡോക്ടറെ, എത്ര പേര്? 72 ആൾക്കാരുണ്ട് ഇപ്പം. 72 ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഒരു കോമ്പൻസേറ്ററി ലീവ്, ഒരു ഹോളിഡേ, ഒരു ക്യാഷ് ലീവ്, these 3 can be combined together and whether it can be enjoyed. It's a question. പറ്റുമോ? Somebody should give answer, please. Any 2 can be taken, sir, not 3. എവിടെ പറയുന്നു മാം? മാം, അതെ, whether any guideline is there? അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു സർ. ഉണ്ടോ? ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓർഡർ ഇല്ല സാർ, അതൊരു DHSന്റെ ഒരു സർക്കുലർ പോലെ ഉള്ളൂ. ആ സർക്കുലർ ഒന്ന് കാണാൻ പറ്റുമോ? അത് സാർ അത് നോക്കാം, ഞാൻ സാറിന് അയച്ചു തരാം. എന്റെ അറിവ് അങ്ങനെ ഇല്ലെന്നുള്ളത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അനുസരിച്ച് അത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സർക്കുലർ ഈസ് 3 types of leave cannot be കമ്പൈൻഡ് എന്നുള്ളതിന്റെ ഒരു മിസ്യൂസ് ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അല്ല, ഇപ്പൊ എന്റെ സംശയം അതായത് നമ്മള് ലീഗാലിറ്റി വേറെ, റിയാലിറ്റി വേറെ. എന്റെ സംശയം അതല്ല. ഞാനൊരു സംശയം ചോദിക്കുക. വെള്ളിയാഴ്ച ക്യാഷ് ലീവ് എടുക്കുന്നു, ശനിയാഴ്ച കോമ്പൻസേഷൻ ലീവ് എടുക്കുന്നു. നാച്ചുറലി ഞായറാഴ്ച ഹോളിഡേയാ, തിങ്കളാഴ്ച വന്നാൽ പോരെ? സാറ് പറഞ്ഞ കറക്റ്റാ, പക്ഷെ ഇതൊരു മനുഷ്യത്വരഹിതമായിട്ട് ലീവും ഓഫും എല്ലാം ഡിനൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ടാണ്. അത് വേറെ കാര്യം. അത് നമ്മളെ ജോലിയിൽ നമ്മള് മനുഷ്യത്വം കാണിക്കണം, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ റിയാലിറ്റി ലീഗാലിറ്റി തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചോദിക്കും. അപ്പൊ റിയാലിറ്റി ചിലപ്പോൾ ലീഗാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യത്തില്ല, തിരിച്ചും അതുപോലെ അത് ചിലപ്പം മാച്ച് ചെയ്യണമെന്നില്ല. അപ്പൊ എന്റെ സംശയം അതല്ല. ഓൺ പേഴ്സൺ ഇസ് ടേക്കിംഗ് ക്യാഷ് ലീവ് ഓൺ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 2 എണ്ണം കമ്പൈൻ ചെയ്തെടുക്കും. ഓക്കെ, എഗ്രി. അപ്പൊ എടുക്കുന്നു. ഞായറാഴ്ച ഹോളിഡേ ആണ്, തിങ്കളാഴ്ച വന്നാൽ പോരെ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്,
ഇതിനൊരു പ്രോപ്പർ ഗൈഡ് ലൈൻ നിങ്ങളുടെ ഐദർ DHS ഓർ ഫ്രം ഗവൺമെന്റ് പ്ലീസ് ട്രൈ ടു ഒബ്റ്റെയിൻ. നിങ്ങൾ അഡ്രസ് നിങ്ങളുടെ അസോസിയേഷൻ അഡ്രസ് ചെയ്യുക. നമ്മളെല്ലാം റിലേ ചെയ്യുന്നത് നിയമങ്ങളും സർക്കുലറുകളും അതുപോലുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ റിലേ ചെയ്യുന്നത്. അല്ല നമ്മുടെ ഭാവനയിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചിലത് ഇന്റർപ്രറ്റ് ചെയ്യാം, ഇൻഫർ ചെയ്യാം. ചില കാര്യങ്ങൾ തരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ പെർമനന്റ് എംപ്ലോയി എന്ന് പറഞ്ഞൊരു പലയിടത്തും പറയുന്നുണ്ട്. ഈ പെർമനന്റ് എംപ്ലോയി ആവണം, ഒരാൾ പെർമനന്റ് ആവണമെങ്കിൽ കൺഫർമേഷൻ കിട്ടണം. ഒരു ഡിപ്പാർട്ട്മെന്റിലും കൺഫർമേഷൻ കൊടുക്കുന്നില്ല. അപ്പൊ ഈ പെർമനന്റ് എംപ്ലോയിക്ക് കിട്ടേണ്ട പ്രിവിലേജസ് ഒഫീഷ്യേറ്റിംഗ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പെർമനന്റ് ഒരു എംപ്ലോയി പെർമനന്റ് ആവണമെങ്കിൽ കൺഫർമേഷൻ കിട്ടണം. ഒരു ഡിപ്പാർട്ട്മെന്റിലും കൺഫർമേഷൻ കൊടുക്കുന്നില്ല. അപ്പൊ കൺഫർമേഷൻ കിട്ടാത്തിടത്തോളം നമ്മൾ പെർമനന്റ് അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫർ ചെയ്തത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അത് വളരെ നമ്മള് ഒരു കോൺട്രവേഴ്സിക്കൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മൾക്ക് എന്റെ ചോദ്യം ന്യായമായ ചോദ്യമാണ്. വെള്ളിയാഴ്ച ക്യാഷ് ലീവ് എടുക്കുന്നു, ശനിയാഴ്ച ഞാൻ കോമ്പൻസേറ്ററി ലീവ് എടുക്കുന്നു, ഞായറാഴ്ച ഹോളിഡേ ആണ്, ഞാൻ തിങ്കളാഴ്ച വന്നാൽ പോരെ? ഇറ്റ്സ് മൈ ജെന്യൂൻ ഡൗട്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ നിയമവശം എന്താണ്, അതെങ്ങനെ വേണം അവയിൽ ചെയ്യേണ്ടത്? അതിന് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ചില ആശുപത്രി, ഇപ്പൊ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും സ്കേഴ്സിറ്റി ഉണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കുറവുണ്ട്. അപ്പൊ ആ കുറവുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യത്വ രഹിതമാണെന്ന് പറയുമ്പോൾ മനുഷ്യത്വം നമ്മൾ എല്ലാവരും കാണിക്കണം. നമ്മൾ എവിടെ പോയാലും നമ്മൾ മനുഷ്യരാണ്, മനുഷ്യത്വപരമായ പെരുമാറ്റം ഉണ്ടാവും. വേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ നിയമവശം എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഒരുപാട് പേര് എന്നെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. എടുക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും പറയുന്നുണ്ട്. ഈ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു നമുക്ക് തരാറില്ല എന്ന്. യെസ്, അപ്പൊ അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലീവ് തന്നെങ്കിൽ മാത്രമേ ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. മാത്രമല്ല ഈ കോമ്പൻസേഷൻ ലീവ് എന്നൊക്കെ പറയുമ്പോൾ പ്രയർ സാങ്ഷൻ വേണം. അപ്പൊ അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അനുസരിച്ച് അവരങ്ങനെ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അല്ലാതെ അതിന് നിയമത്തിന്റെ പിൻബലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തരാൻ പാടില്ല എന്നുള്ളത്. എനിവേ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി പോട്ടെ. ഇനി നമുക്ക് അപ്പൊ ലീവിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചോളൂ. ഞാനിപ്പോ ജോയിനിങ് ടൈമിലേക്ക് കടക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പ്ലീസ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ലീവായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾക്ക് യെസ്, പെറ്റേണിറ്റി ലീവ് ഒരാൾക്ക് എത്ര പ്രാവശ്യം കിട്ടും? അപ്പൊ അത് എത്ര പ്രാവശ്യം ആ ലീവിന്റെ ഓർഡറിൽ അതിനകത്ത് പറയുന്നില്ല. ഒരു കുട്ടിക്കെന്നാണ് അതിൽ പറയുന്നത്. റൂളിൽ അത് അങ്ങനെ തന്നെയാണ് പറയുന്നില്ല. ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഒരാള് കുട്ടി മരിച്ചുപോയാൽ എന്ത് ചെയ്യും? 3 മാസം കഴിഞ്ഞ് മരിച്ചുപോയി, എന്ത് ചെയ്യും? അവിടെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ എത്ര വേണം എന്നുള്ളത് ആ ഓർഡറിൽ റൂളിൽ പറയുന്നില്ല. എത്ര ലീവ് വരെ കൊടുക്കാമെന്ന് ഒരു കുട്ടിക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് പറയുന്നത് 10 3 4 ഡെലിവറി ഉണ്ടെങ്കിൽ ആ 4 പ്രാവശ്യവും കിട്ടും പെറ്റേണിറ്റി ലീവ്. സംശയം എന്താ? മെറ്റേണിറ്റി അങ്ങനെ തന്നെയല്ലേ? അതെ, മെറ്റേണിറ്റി അങ്ങനെ തന്നെയാണ്. പലർക്കും ഒരു സംശയമുണ്ട്, ഇത് 2 ഡെലിവറിക്കാണോ എന്നുള്ളത്. ശരിയല്ലയോ? അതെ, എനിക്കും ആ സംശയമുണ്ട്. പക്ഷെ അത് എങ്ങും പറയുന്നില്ല. അത് എവിടെ എന്താണ് അതിന്റെ ഇതെന്ന് പറയുന്നില്ല. നമുക്കത് വളരെ വിശദമായിട്ട് എന്താ പറയുക, ഒന്ന് നോക്കേണ്ട കാര്യമാണ്. ഗുഡ് ഈവനിങ് സർ. യെസ് സർ, LW വിത്ത് ജോയിനിങ് സ്പൗസ് എടുത്തിട്ട് 2 വീക്സ് എബ്രോഡ് പോവുകയാണ്.
അപ്പൊ അത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സാങ്ഷൻ ചെയ്യാമോ അതോ DMOയുടെ നിർദ്ദേശം അനുസരിച്ചാണോ വിടേണ്ടത്? നോർമലി സാധാരണഗതിയിൽ നമ്മൾക്ക് ലീവ് സാങ്ഷൻ ചെയ്യേണ്ട അതോറിറ്റി ആരാണോ അവർ സാങ്ഷൻ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഹയർ അതോറിറ്റി അറിയിക്കണം എന്ന് പറയണം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വിദേശത്ത് പോവുകയാണ്. വിദേശത്ത് പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടില് വിദേശത്ത് പോകുമ്പോൾ പണ്ട് വിജിലൻസ് എൻക്വയറി വേണമായിരുന്നു. പണ്ട്. ഇപ്പോഴത് വേണ്ട. ഇപ്പം എല്ലാവർക്കും പോകാൻ കുറച്ചുകൂടി ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ മേലധികാരി അറിയാതെ പോയി എന്നുള്ള ഒരു ഇത് വരത്തില്ലേ? ഇപ്പൊ നമ്മൾ വിദേശത്ത് പോകുന്ന നമ്മനെ ഇപ്പം പ്ലെയിനിൽ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ വിദേശത്ത് ചെന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഇതിനൊക്കെ കൂടാണ് ഇതൊക്കെ വെച്ചാണ് പറയുന്നത്. നമ്മുടെ മേലധികാരിയെ അറിയിച്ചിട്ട് പോകണം. മേലധികാരിയെ അറിയിച്ചാൽ മതി. മേലധികാരി അറിഞ്ഞ് പോയാൽ മതി. മേലധികാരി അറിയിച്ചിട്ട് പോയാൽ മതി. അതാണ്. ഡോക്ടർ എന്ത് ചോദിക്കുന്നാലും മ്യൂട്ടഡ് ആണ്. സാർ എത്ര ദിവസം എന്നുണ്ടോ സാർ നമുക്ക് സാങ്ഷൻ ചെയ്യേണ്ടതും DMOയ്ക്ക് അയക്കേണ്ടതും ആയിട്ടുള്ള? എന്താ സാറേ ഒന്നുകൂടെ ഒന്ന് പറയാം സാർ. നമുക്ക് FSC തലത്തില് നമുക്ക് സാങ്ഷൻ ചെയ്യാവുന്നതും DMOയിലേക്ക് അയക്കാവുന്നതും തമ്മിലുള്ള ഡ്യൂറേഷൻ ഇത്ര ദിവസം എന്നുണ്ടോ? അല്ല, സാധാരണഗതിയിൽ ലീവ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ സാങ്ഷൻ വാങ്ങണമെന്നല്ലേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് എന്നാണ്. നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്തതിനു ശേഷം മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ ഒരു കേട്ടില്ല. നമ്മുടെ ലെവലിൽ സാങ്ഷൻ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞാൽ DMO സുപ്പീരിയർ നിങ്ങളുടെ അവിടെ എന്ത് ഫോർമാലിറ്റിയാണ് ഉള്ളതെന്നുള്ളത് ഓരോ പല ഡിപ്പാർട്ട്മെന്റിലും പലതാണ്. ഇപ്പൊ ഞാൻ കോടതിയിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മേലധികാരി ഒന്നുകിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. അവിടെ അറിയാണ് അവിടുന്ന് സാങ്ഷൻ കിട്ടണം. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും പല ഹൈറാർക്കിയൽ സിസ്റ്റമാണ്. അതെന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഹൈറാർക്കി അനുസരിച്ച് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു സർ. യെസ്. അപ്പം അവിടെ ഇനി ഞാന് ഇനി സംശയങ്ങളോട് ചോദിച്ചാട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഒരു ഡൗട്ട്. ഒരു LWA ഫോർ ടേക്കിംഗ് അപ്പ് എംപ്ലോയ്മെന്റ് അബ്രോഡ് 5 ഇയേഴ്സിന് ഒരു സ്റ്റാഫ് അപ്ലൈ ചെയ്യുവാണ്. ഗവൺമെന്റിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് സാങ്ഷനായി വരാൻ 2 വീക്സോ 1 മന്തോ ടൈം എടുക്കുന്നു. അപ്പൊ ആ പീരീഡ് എങ്ങനെയാണ്, എന്താണ് കവർ ചെയ്യുക, എങ്ങനെയാണത്? അതായത് ഫ്രം ഒരു ഡേറ്റ് തന്നു, അത് നമ്മൾ അയച്ചു. അപ്പൊ ഇപ്പൊ ഇത് വരാൻ 1 മാസം പിടിക്കുന്നു. അപ്പൊ ആ ഒരു പീരീഡ് എങ്ങനെയാണ് കവർ ചെയ്യുക? മാഡം ചോദിച്ച ചോദ്യം വളരെ റെലവന്റ് ആയ ചോദ്യം. മാത്രമല്ല, അയാള് LWA എടുത്ത് പോകണമെങ്കിൽ ആ സാങ്ഷൻ കിട്ടിയതിന് ശേഷമേ അത് പോകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ലീവ് ആപ്ലിക്കേഷൻ തന്നിട്ട് പോവുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ നമ്മള് അങ്ങനെ തന്നു പോയാൽ അൺഓതറൈസ്ഡ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ? അല്ല, അത് ചിലപ്പോ എലിജിബിൾ ലീവായിട്ട് മറ്റേതെങ്കിലും ലീവായിട്ട് മറ്റേയാൾക്ക് മറ്റ് ലീവുകൾ കാണുമല്ലോ. ലീവ് എന്തെങ്കിലും ലീവായിട്ട് അത് ട്രീറ്റ് ചെയ്യും. കറക്റ്റായി നമ്മളെ അറിയിച്ച് ഇന്ന ഡേറ്റ് തൊട്ട് LWA എന്ന് പറഞ്ഞു പോയി. പക്ഷെ അത് സാങ്ഷൻ വരാൻ കുറച്ച് കാലതാമസം എടുക്കുന്നു. ആ പീരീഡ് അൺഓതറൈസ്ഡ് ആവുമോ സർ? അല്ല, അത് അൺഓതറൈസ്ഡ് ആയിട്ട് പലരെയും ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട്. ഇപ്പോഴങ്ങനെ അത്രത്തോളം ചെയ്യുന്നില്ല. ആ പീരീഡ് യഥാർത്ഥത്തില് ലീവ് അനുവദിച്ച് ആ ഓർഡറിൽ പറയുന്ന ഡേറ്റ് മുതൽ മാത്രമേ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ലീവ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ലീവിന് ആ പീരീഡ് റെഗുലറൈസ് ചെയ്യാൻ മേലധികാരിയുടെ അനുവാദത്തോടു കൂടി ചെയ്യുക. അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക. അപ്പൊ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് വരിക. ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിനിങ് ടൈം, പ്രവേശന കാലം എന്ന് പറയുമ്പോൾ എന്തൊക്കെ
ഏതൊക്കെ സമയത്താണ് ജോയിനിങ് ടൈം നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ്, എത്ര ദിവസമാണ് നമുക്ക് കിട്ടുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ ക്വസ്റ്റ്യൻസ്. അതായത് ഇറ്റ് ഈസ് എ ടൈം അലൗഡ് ടു ജോയിൻ എ ന്യൂ പോസ്റ്റ് ഓർ പ്ലേസ് ഓൺ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ പുതിയ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആകാം, പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആകാം, റിവേർഷൻ ആകാം. എന്ന് പറയാം ട്രാൻസ്ഫർ എന്ന് പറയുമ്പം നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കണം. ഞാനത് പർട്ടിക്കുലറൈസ് ചെയ്തിട്ടില്ല ട്രാൻസ്ഫർ എന്താണ്. അപ്പൊ നമ്മളൊരു ട്രാൻസ്ഫർ, അപ്പൊ ഒരു കാര്യമുണ്ട്, റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് ജോയിനിങ് ടൈം കിട്ടത്തില്ല. പക്ഷെ റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ തരാം. വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ അതിന് കണ്ടീഷനിലാണ്. നോർമലി നമുക്ക് ആക്ച്വൽ ജേർണി ടൈം മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റൂ. നോർമലി എന്ന് പറഞ്ഞാൽ അതിന് വേറെ ചില കണ്ടീഷൻസ് ഉണ്ട്. എല്ലാം വിശദമായിട്ട് പറയണമെങ്കിൽ ഒരുപാട് ദിവസങ്ങളുണ്ട്, എല്ലാം കൂടെ പറഞ്ഞു തരുമ്പോൾ. അപ്പൊ ഞാൻ നോർമലിയാ പറഞ്ഞത്, നമ്മളെല്ലാം സാധാരണ കണ്ടീഷൻ അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഒരാൾക്ക് ആക്ച്വൽ എത്ര ജോയിനിങ് ടൈം കിട്ടുമെന്ന് പറഞ്ഞാൽ നോർമൽ കാര്യങ്ങൾ പറയും. 6 days പ്രിപ്പറേഷൻ ടൈം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രിപ്പറേഷൻ ടൈം വേണം. പ്രിപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പുതിയൊരു സ്ഥലത്ത് നമ്മൾക്ക് പുതിയൊരു എന്താ പറയുക താമസ സ്ഥലം കണ്ടുപിടിക്കണം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂള്, കോളേജ് ഇതുപോലുള്ള എന്താ പറയുക നമുക്ക് ആക്സസ് കിട്ടുന്ന സ്ഥലം കണ്ടുപിടിക്കണം. ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ അതിനെല്ലാം പുറമെ നമ്മൾ ഉദ്യോഗസ്ഥരെന്നുള്ള നിലയിൽ നമ്മൾക്ക് ദൈനംദിന കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം, ആശുപത്രി, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങള്, പാല്, അത്യാവശ്യം നമുക്ക് ബേസിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്ത്. അല്ലാതെ നമ്മളൊരു കാട്ടിനകത്ത് നമുക്ക് കഴിയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പാരസെറ്റമോൾ വാങ്ങിക്കണമെങ്കിൽ എത്ര ദൂരം കടന്നു വരേണ്ടി വരും. ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വരുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ അതിനു വേണ്ടിയാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് 6 days ആണ്. ഫസ്റ്റ് സൺഡേ വിൽ ബി എക്സ്ക്ലൂഡഡ്. ആദ്യത്തെ സൺഡേ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കിട്ടുന്ന പ്ലസ് ആക്ച്വൽ ജേർണി ടൈം. ആക്ച്വൽ ജേർണി ടൈം എന്ന് പറയുമ്പോൾ 500 കിലോമീറ്റർ റെയിൽ ഡിസ്റ്റൻസ് ഒരു ദിവസം, 501 ഉണ്ടെങ്കിൽ 2 ദിവസം കിട്ടും. 150 കിലോമീറ്റർ റോഡ് ഒരു ദിവസം, 151 ഉണ്ടെങ്കിൽ 2 ദിവസം. നോർമലിയാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഈ പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. 500 കിലോമീറ്റർ റെയിലിന് ഒരു ദിവസം, 150 കിലോമീറ്റർ റോഡിന് ഒരു ദിവസം, ഓർത്തോളുക. പിന്നെ ഓഷ്യൻ സ്റ്റീമർ ആണെങ്കിൽ ഫോർ എവറി 350 കിലോമീറ്റേഴ്സ് ഒരു ദിവസം വെച്ച്. റിവർ സ്റ്റീമർ ആണെങ്കിൽ 150 കിലോമീറ്റർ ഒരു ദിവസം. പിന്നെ അതർ പബ്ലിക് കൺവെയൻസ് ആണെങ്കിൽ ഫോർ എവറി 25 കിലോമീറ്റേഴ്സ് അത് ഒരു ദിവസം വെച്ച് കിട്ടും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ ഈ ലക്ഷദ്വീപിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഓഷ്യൻ സ്റ്റീമറിന്റെ കാര്യമൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ വളരെ റയർ ടു റയർ ആണ്. നമുക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഡൽഹി കേരള ഹൗസിൽ ജോലിയുള്ളവർ, ഒരു കേരളത്തിൽ നമ്മുടെ സെക്രട്ടറിയിലുള്ളവർ. അതാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രിപ്പറേഷൻ ടൈം 6 days. ഫസ്റ്റ് സൺഡേ എക്സ്ക്ലൂഡ് ചെയ്യും. പ്ലസ് ആക്ച്വൽ ജേർണി ടൈം. എന്ന് പറയുമ്പോൾ നമുക്ക് ജേർണിക്ക് വേണ്ട സമയം അത് ഞാൻ ഒന്നുകൂടെ പറയാം. 500 കിലോമീറ്റർ റെയിൽ ഒരു ദിവസം കിട്ടും. 150 കിലോമീറ്റർ ബസ് അല്ലെങ്കിൽ റോഡ് ഒരു ദിവസം. ബാക്കി വിട്ടേച്ചാട്ടെ. നമ്മൾ നദിയിലൂടെ ഇതൊന്നും യാത്ര ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാണ്. നിയമം ആയതുകൊണ്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും ട്രെയിനിലും ബസ്സിലുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ 500 കിലോമീറ്റർ റെയിലിന് ഒരു ദിവസവും 150 കിലോമീറ്റർ ബസ്സിന് ഒരു ദിവസവുമാണ് കിട്ടുന്നത്. അപ്പം ഇവിടെ സൺഡേസ് ആർ എക്സ്ക്ലൂഡഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ജോയിനിങ് ടൈം. ഇപ്പൊ ഇതിനപ്പുറത്തെ സൺഡേ വന്നാലും അത് എക്സ്ക്ലൂഡ് ചെയ്യും. പ്രിഫിക്സോ സഫിക്സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂഡ് ചെയ്യും. അത് ഓർത്തുകൊള്ളുക. പക്ഷെ മാക്സിമം ഡേയ്സ് 30 days കിട്ടും. മാക്സിമം ഡേയ്സ് സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഈ സൺഡേസും ഇൻക്ലൂഡ് ചെയ്ത് 30 days ആണ് കിട്ടുന്നത്. റൂള് 127E അത് പറയുന്നുണ്ട്. 127C ഈ നോട്ട് ഇ ബട്ട് സി അത് പറയുന്നു. 127ന്റെ സബ്സെക്ഷനായിട്ട് അത് പറയുന്നുണ്ട്. മാക്സിമം ഡേയ്സ് അലൗഡ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. മാക്സിമം ഡേയ്സ് ജോയിനിങ് ടൈം അലൗഡ് ഈസ് 30 days. പ്രിപ്പറേഷൻ ടൈം 6 days ആണ്. അതൊക്കെ ചോദിക്കാൻ കൊള്ളാം. നമ്പർ ഓഫ്
ഡേയ്സ് പ്രിപ്പറേഷൻ റിഗാർഡിംഗ് ജോയിനിങ് ടൈം ചോദിച്ചാൽ 6 days. അതൊക്കെ OMR ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ പാടുള്ളൂ. മാക്സിമം ഡേയ്സ് 30 days. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് അത് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഒരു ജോയിനിങ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വരുന്ന ഒരാള് 500 കിലോമീറ്ററിന് മേളിലുണ്ട് ട്രെയിന്. 2 ദിവസം ജേർണി ടൈം കിട്ടും. 6 ദിവസം പ്രിപ്പറേഷൻ ടൈം കിട്ടും. സൺഡേ 6 to 8. എത്ര ദിവസം കിട്ടും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. വളരെ സിമ്പിളാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ചേഞ്ച് ഓഫ് ഓഫീസ് അത് ചന്ദ്രമോഹൻ സാറിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. ചേഞ്ച് ഓഫ് ഓഫീസ് ഉണ്ട്, നിങ്ങൾ 1 ദിവസം കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 4ാം നിലയിൽ ലോട്ടറി ഡയറക്ടറേറ്റ് ഉണ്ട്. 1ാം നിലയിൽ ലോട്ടറിയുടെ ജില്ലാ ഓഫീസുണ്ട്. 4ാം നിലയിൽ നിന്നും ഒരാളെ പ്രൊമോഷനായിട്ട് 1ാം നിലയിൽ വരും. അയാൾക്ക് ജോയിനിങ് ടൈം കിട്ടുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചന്ദ്രമോഹൻ സാറിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. 1 ദിവസം കിട്ടും. ചേഞ്ച് ഓഫ് ഓഫീസ് 1 ദിവസം കിട്ടും. പക്ഷെ 4ാം നിലയിലുള്ള ഓഫീസിൽ നിന്ന് അയാൾക്ക് പ്രൊമോഷനായിട്ട് 4ാം നിലയിലുള്ള ഓഫീസിൽ തന്നെയാണെങ്കിൽ ജോയിനിങ് ടൈം കിട്ടാതെ. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം സെയിം ഓഫീസ് ആണെങ്കിൽ ജോയിനിങ് ടൈം കിട്ടത്തില്ല. ചേഞ്ച് ഓഫ് ഓഫീസ് ഉണ്ടെങ്കിൽ 1 ദിവസം കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ 8 കിലോമീറ്ററിന് വെളിയിൽ ട്രാൻസ്ഫർ ആണെങ്കിലല്ലേ നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉള്ളൂ? അത് അത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ. ദെൻ മാക്സിമം ഒരു Sir, your voice is not audible. Voice is not audible. കേൾക്കാമോ സർ? കേൾക്കാവുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. I didn't get your good name. സർ, ഞാൻ ഡോക്ടർ അശ്വിൻ. ഓക്കെ, പ്ലീസ് പറഞ്ഞാട്ടെ. സർ പറഞ്ഞോളൂ. ഡോക്ടർ അശ്വിനി രാജ്. ഓക്കെ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് മൊബൈൽ ഡാറ്റ വളരെ ഫീബിൾ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. BSNL ആണ് അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, പറഞ്ഞാട്ടെ. ഓക്കെ സാർ, സാറ് മാക്സിമം 30 days പറഞ്ഞു ജോയിനിങ് ടൈം. ആദ്യത്തെ റെഗുലർ ആയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ പേ നമുക്ക് കിട്ടും. ഈ 30 days ബാക്കിയുള്ള ദിവസം ലോസ് ഓഫ് പേ ആയിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എങ്ങും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. താങ്കള് ഡൽഹി കേരള ഹൗസിൽ ജോലി ചെയ്യുക, ട്രെയിനിൽ വരിക, വഴിയിൽ വെച്ച് ട്രെയിനിൽ ഈ പറയുന്ന പോലെ ട്രാക്ക് ഒലിച്ചു പോയി, നിങ്ങളൊരു വളരെ എന്താ പറയുക റിമോട്ട് ഏരിയയിൽ കഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ ഇലക്ഷന്റെ ഓഫീസറായിട്ടൊക്കെ പോയി, നമ്മൾ ബുദ്ധിമുട്ട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഇൻസിഡന്റ് അല്ലേ? വേണ്ടേ? നമ്മൾ അവിടെ നിന്ന് നടന്നു വരാൻ പറ്റുമോ? പോസിബിൾ അല്ല. അതിനാണ് അങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻസിലാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ജോയിനിങ്, പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജോയിനിങ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഹാജരായില്ലെങ്കിൽ ആ പീരീഡിനെ ഓവർ സ്റ്റേയിൽ എന്നാണ് പറയുന്നത്. ആ ഓവർ സ്റ്റേയിൽ പീരീഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ എലിജിബിൾ ലീവ് കൊടുത്ത് നിങ്ങൾ അത് റെഗുലറൈസ് ചെയ്യണം. ഹാഫ് പേ ലീവ് അങ്ങനെയുള്ള എന്തെങ്കിലും ലീവ് കൊടുത്ത് റെഗുലറൈസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ജോയിനിങ് ടൈം കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഡയേറിയ വന്നു, നമുക്ക് ഓഫീസിൽ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നു, നമുക്ക് ഓഫീസിൽ വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ചില മരണമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില അൺഫോർസീൻ ആയ ചില അൺഎക്സ്പെക്ടഡ് ആയ ചില സിറ്റുവേഷൻസ് വന്നാൽ ചിലപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് പീരീഡ് വിൽ ബി ട്രീറ്റഡ് ആസ് ഓവർ സ്റ്റേ പീരീഡ്. എങ്ങനെ, ഹൗ കാൻ ഇറ്റ് ബി റെഗുലറൈസ്ഡ്? മീൻസ് യു ഹാവ് ടു സബ്മിറ്റ് ദ എലിജിബിൾ ലീവ്, എസ്പെഷ്യലി ഹാഫ് പേ ലീവ് ഓർ 8 ലീവ്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ
അങ്ങനെ അത് റെഗുലറൈസ് ചെയ്ത് പോകാൻ കഴിയും. സാർ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് സാർ. നമ്മളൊരു കമ്മ്യൂട്ടർ ലീവിലോ അല്ലെങ്കിൽ ഏൺ ലീവിലോ ആയിരിക്കാം. അപ്പോൾ ബിറ്റ്വീൻ നമുക്കൊരു ജനറൽ ട്രാൻസ്ഫർ ഓർഡർ വരുന്നുണ്ട്, ഒരാഴ്ചക്കകത്ത് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്തിട്ട് വരണം? ലീവിലിരുന്ന് ലീവ് ചെയ്ത് ജോയിനിങ് ടൈം അവൈൽ ചെയ്യണമെങ്കിൽ അവൈൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ജോയിനിങ് ടൈം അവൈൽ ചെയ്യാം. അല്ല സാറേ, ഇത് ആയിട്ടില്ല. അപ്പൊ 5-10 ഇനി ഒരു മാസവും കൂടെ ലീവിലാണ്. ആയിക്കോട്ടെ, അത് ലീവിലിരുന്ന് തന്നെ റിലീവ് ചെയ്യാം. ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ലീവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ സാർ, ഒരു സംശയം. സാർ, ഒരു ഫാർമസിസ്റ്റ് ഞങ്ങളുടെ സ്റ്റേഷനിൽ വരുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആളെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ആൾക്ക് ജോയിനിങ് ടൈം അവൈൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 2ാമത്തെ ട്രാൻസ്ഫർ ആണ് ഞങ്ങളുടെ സ്റ്റേഷനിലോട്ട്. മാഡം, ഇത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കും. പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ല. 3 മാസത്തിനിടയിൽ കൊടുക്കുന്ന ട്രാൻസ്ഫറിനെങ്കിൽ 3 മാസത്തിനിടയിൽ കൊടുക്കുന്ന ട്രാൻസ്ഫറുകൾക്ക് ഒരെണ്ണത്തിന് മാത്രമേ ജോയിനിങ് ടൈം കിട്ടത്തുള്ളൂ, ബാക്കിയുള്ളതിന് കൊടുക്കാറില്ല. അവിടെ ജോയിനിങ് ടൈം ലിമിറ്റ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ആക്ച്വൽ ജേർണിംഗ് ടൈമേ കിട്ടത്തുള്ളൂ. ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ ജോയിനിങ് ടൈം വേണമെങ്കിൽ അവർ റിക്വസ്റ്റ് കൊടുത്ത് അത് അനുവദിപ്പിച്ച് അവർക്ക് അങ്ങനെ ചിലപ്പോൾ ഇൻ എക്സിജൻസീസ് ഓഫ് സർവീസ് ആ ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ അതിനകത്തൊരു പൂർണ്ണ അഭിപ്രായം പറയാൻ പറ്റില്ല. ഇൻ എക്സിജൻസി എന്ന് പറഞ്ഞാൽ എക്സിജൻസീസ് ഓഫ് സർവീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സർവീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്നതാണെങ്കിൽ അവര് ചിലപ്പോൾ ജോയിനിങ് ടൈം എടുക്കണ്ടെങ്കിൽ പറയും ജോയിനിങ് ടൈം നോട്ട് അലൗഡ് എന്ന്. അപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫറിൽ സാധാരണഗതിയിൽ അങ്ങനെ പറയാറുണ്ട്. ചിലര് അങ്ങനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ല. ആദ്യത്തെ പ്രാവശ്യം ജോയിനിങ് ടൈം എടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പൊ 2ാമത് പിന്നെയും ട്രാൻസ്ഫർ ആക്കിയപ്പോ ആള് ജോയിനിങ് ടൈം എടുത്തിട്ടേ നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ശരിയാണോ? എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കട്ടെ. ഓക്കെ, ശരി. സർ, ജനറൽ ട്രാൻസ്ഫറിൽ ജോയിനിങ് ടൈം എടുക്കാൻ പറ്റുമോ? ജനറൽ ട്രാൻസ്ഫർ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, റിക്വസ്റ്റ് ട്രാൻസ്ഫർ. ചിലരെ റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് പെട്ടെന്ന്, അപ്പൊ ആ റിക്വസ്റ്റ് ട്രാൻസ്ഫർ പെട്ടെന്ന് പരിഗണിച്ചു വരുമ്പോൾ മാത്രമേ അതിന് ജോയിനിങ് ടൈം കിട്ടത്തില്ല. അതിന് പകരം ആക്ച്വൽ ജേർണി ടൈം എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, സാർ, എന്റെ പേര് അരുൺ എന്നാണ്. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ, നമ്മൾ ഈ ജേർണി ടൈമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് അറിയില്ലെങ്കിലും സാർ, നമ്മളിപ്പോ ഒരു ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ സാർ അതിന്റെ എങ്ങനെയൊന്നും അറിയാമോ സാറേ? ട്രെയിനിങ്ങിനും ഇതേ കണ്ടീഷൻ തന്നെയാണ് പറയുന്നത്. ജോയിനിങ് ടൈം കേട്ടോണ്ടാട്ടെ. ജോയിനിങ് ടൈം റൂൾ 125 അത് പറയുന്നുണ്ട്. റൂൾ 125. An officer deputed for training will be allowed for the onward and return journeys the time actually required for the journeys by usual mode of conveyance between place of training and the station from to which he proceeds, and the time so taken will be treated as part of deputation period for training. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. അല്ല സാർ, അപ്പൊ നമ്മളപ്പം ഈ ആക്ച്വൽ ജേർണി ടൈം നോക്കിയാൽ മതി. അതായത് ഇത്ര കിലോമീറ്ററിന് എബവ് ആണെങ്കിൽ 1 ദിവസം 2 ദിവസം അങ്ങനെ നോക്കണമെന്നില്ല അല്ലേ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. Then ഇനി നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് ഫോറിൻ സർവീസ്. എന്തുവാ ഈ ഫോറിൻ സർവീസ് എന്ന് പറയും? ഫോറിൻ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി നമുക്ക് ലിറ്ററൽ സെൻസിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡെപ്യൂട്ടേഷൻ. റൂള് 140 തൊട്ട് 155 വരെയാണ് അത് പറയുന്നത്. ഫോറിൻ സർവീസ്. ഞാൻ ഫോറിൻ സർവീസിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ ലോകായുക്തത്തിൽ ജോലി ചെയ്തിരുന്നു. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ലോകായുക്തത്തിൽ 5 വർഷം ജോലി ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ 3 വർഷം ജോലി ചെയ്തു. ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ 3 വർഷം ജോലി ചെയ്തു. അപ്പൊ ഇത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ആർക്കാണ് സാങ്ഷൻ ചെയ്യാൻ? ഗവൺമെന്റിന് മാത്രമേ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ ഫോറിൻ സർവീസ്. ദ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റന്റ് 1 വർഷത്തേക്കേ തരത്തുള്ളൂ. 1 വർഷത്തേക്കേ ഇത് തരത്തുള്ളൂ. മാക്സിമം ദാറ്റ് മേ എക്സ്റ്റെൻഡഡ് അപ് ടു 5 years.
മാക്സിമം 5 വർഷം വരെ. 5 വർഷം കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വരും. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ഫോറിൻ സർവീസിൽ ഇരിക്കുന്ന ആൾക്ക് പ്രൊമോഷൻ കിട്ടാം, എലിജിബിൾ ആണ്, ലീവ് ആനുകൂല്യങ്ങൾ, ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, യാതൊരു സംശയം അതിനു വേണ്ട. പിന്നെ നമ്മുടെ ഈ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ എംപ്ലോയർ ആയിരിക്കും. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലരത് ചെയ്യത്തില്ല, അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അയച്ചു കൊടുത്ത് സാങ്ഷൻ ചെയ്യിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. എനിവേ ഫോറിൻ എംപ്ലോയർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഈവൻ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് പോലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറിൻ സർവീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ദാറ്റ് ഇസ് സെയിം ആസ് ഡെപ്യൂട്ടേഷൻ. The sanctioning authority is government. ഗവൺമെന്റ് ആണ് അതിന് സാങ്ഷൻ ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റന്റ് ഒരു പ്രാവശ്യം 1 വർഷത്തേക്ക് തരത്തുള്ളൂ. Then that may extend up to 5 years. 5 വർഷം വരെ നമുക്ക് കിട്ടും. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി പുതിയ ആപ്ലിക്കേഷൻ കൊടുത്ത് പുതിയ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. അത് ഞാൻ എൻജോയ് ചെയ്ത മനുഷ്യനാണ്. ഞാൻ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് 5 വർഷം ആദ്യം ലോകായുക്തയിൽ ജോലി ചെയ്തു, പിന്നെ തിരിച്ച് പേരന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു, പിന്നെ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി, പിന്നെ അവിടെ 3 വർഷം ജോലി ചെയ്തു. 3 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയതിനു ശേഷം വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് വീണ്ടും ഞാൻ ലീഗൽ സർവീസിൽ ജോലി ചെയ്തു. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം 1 വർഷമേ കിട്ടൂ. 1 വർഷം കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം. അത് 3 മാസം മുമ്പേ എക്സ്റ്റൻഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം, ഗവൺമെന്റ് അത് പരിഗണിച്ച് തരണം. അപ്പൊ ഗവൺമെന്റ് പരിഗണിച്ചില്ലെങ്കിൽ വിത്തിൻ ആ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഡേറ്റിൽ തന്നെ റിലീവ് ചെയ്ത് പോകണം. അല്ലാതെ അവിടെ തുടരുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെന്ന് ഓർഡറുണ്ട്. ഓക്കെ, ഡെപ്യൂട്ടേഷനെ സംബന്ധിച്ച് അത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നമ്മുടെ വില്ലിങ്നെസ് ഇല്ലാതെ നമ്മളെ അങ്ങ് ഫോറിൻ സർവീസിൽ പറ്റത്തില്ല. അവിടെ ഒരു വില്ലിങ്നെസ് ഒരു വലിയ ഫാക്ടറാണ്. ചിലര് ഈ പറയുന്നത് പോലെ പണിഷ്മെന്റ് അടിച്ചു എന്ന് പറയുന്ന പോലെ നമ്മുടെ അനുവാദം, നമ്മുടെ ഒരു വില്ലിങ്നെസ് നമ്മൾ കൊടുത്തതിന് ശേഷമാണ്, ആ വില്ലിങ്നെസ് കൊടുത്തതിന് ശേഷമാണ് ഈ ഫോറിൻ സർവീസ് അനുവദിക്കുന്നതെന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ആണ് അതിനുള്ള സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, മാക്സിമം 5 വർഷം വരെ കിട്ടും. ആദ്യത്തെ പ്രാവശ്യം 1 വർഷം, പിന്നെ അത് ദാറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു 5 years. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട്. പ്ലീസ്. ഇനി 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ സംസാരിച്ച് എല്ലാവരുടെയും വിലപ്പെട്ട സമയങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾക്ക് സർക്കാർ ആനുകൂല്യം അല്ലാതെ വേറെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പറ്റുമോ? ക്വസ്റ്റ്യനാണ്. പറ്റുമോ? പ്ലീസ്, somebody should give answer. സർക്കാർ ആനുകൂല്യം അല്ലാതെ വേറെ എന്തെങ്കിലും ലീഗലി ആ വാക്യം വിട്ടുപോയി. മറ്റും ഓൾ ഇന്ത്യ റേഡിയോയില് അല്ലെങ്കിൽ ദൂരദർശന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു, നമ്മൾക്ക് അവിടെ നിന്ന് ഓണറേറിയം കൈപ്പറ്റാം. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ ഓണറേറിയം കൈപ്പറ്റാം. അല്ലാതെ ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് അനുവദിക്കുന്നില്ല നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പാരിതോഷികങ്ങൾ കൈപ്പറ്റുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾക്കറിയാം. ഇപ്പൊ പലരും പുസ്തകം എഴുതാറുണ്ട്, പുസ്തകം എഴുതി അതിന്റെ ഓണറേറി അതിന്റെ റോയൽറ്റി കൈപ്പറ്റാറുണ്ട്. ഗവൺമെന്റ് സാങ്ഷൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ അതിന് യഥാർത്ഥത്തിൽ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ, പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പൊ അന്നേരം നോർമലി ചിലർ അഫിഡവിറ്റ് കൊടുക്കാറുണ്ട്, സത്യവാങ്മൂലം കൊടുക്കാറുണ്ട്. എനിക്ക് ഈ പുസ്തകം എഴുതി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയാൽ ഞാനത് ചാരിറ്റി പർപ്പസിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്നൊരു അഫിഡവിറ്റ് കൊടുത്ത് പുസ്തകങ്ങൾ പണ്ട്, ഇപ്പൊ റീസെന്റ് കൊടുത്തിട്ടുണ്ടോ, സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, പണ്ട് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ കൊടുക്കാറില്ല, നോർമലി അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ സർക്കാരിന് വേണ്ടി പുസ്തകം എഴുതാം, കുഴപ്പമില്ല. ഗവൺമെന്റിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിപ്പം പാഠപുസ്തകങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു, അതിനൊരു ടീം ഓഫ്
അല്ലെങ്കിൽ അത് ചെയ്യാം. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ പുസ്തകങ്ങൾ എഴുതും, അത് ചെയ്യും. അതിന് നിയമപരമായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ അനുവദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനെ ലോട്ടറി വിൽക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് ലോട്ടറി വിൽക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് പറയുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് വേണമെങ്കിൽ ലോട്ടറി കൊടുക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ. നമ്മൾ ഈ പിന്നെ ഇനി ഫസ്റ്റ് സെഷനിൽ ചില കാര്യങ്ങളോട് നമ്മൾ പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ടൈം ഇപ്പൊ ലീവിൽ നിന്നും ഏകദേശം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ലീവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു, ജോയിനിങ് ടൈമിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലീവ് സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ലീവുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ, ചില എന്താ പറയുക എക്സെപ്ഷണൽ കേസസ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ കളയുന്നില്ല. തീർച്ചയായിട്ടും ചോദിച്ചാട്ടെ. Somebody should ask, please. നമുക്ക് ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ അപ്പൻഡിക്സ് ഒക്കെ വായിച്ചു നോക്കണം. ഇപ്പൊ ഒരുപാട് ലീവുകളുണ്ട്. ലീവുകളുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിന് 6 മാസം ലീവ് അനുവദിച്ചു. ഇതുപോലെ പലതിനും ലീവ് അനുവദിച്ചിട്ടുണ്ട്. അതെല്ലാം ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെ ലീവുകളാണ്, ഏതൊക്കെ അസുഖത്തിനാണ്, എന്തിനൊക്കെയാണ് ലീവ് അനുവദിച്ചിരിക്കുന്നത് എല്ലാം പറയുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ടും മെറ്റേണിറ്റി ലീവും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഫോർ ഡോണേഴ്സ് ഓഫ് ഓർഗൻസ് അതിന് 45 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഫോർ ഡോണേഴ്സ് ഓഫ് ഓർഗൻസ് മാക്സിമം 45 ഡേയ്സ്. അത് 2013 വേറൊരു കാര്യങ്ങളുണ്ട്. പേരൻസ് ഓഫ് ഫിസിക്കലി ഓർ മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ അവർക്ക് നോട്ട് എക്സീഡിംഗ് 50 ഡേയ്സ് 15 ആണ് ഡേയ്സ് സ്പെഷ്യൽ ക്യാഷ് ലീവ് ടു ദി എംപ്ലോയീസ് ഹാവിംഗ് ഫിസിക്കലി ഓർ മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ വിൽ ബി അലൗഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ സബ്ജക്ട് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ദി ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. 15 ദിവസം അതിന് ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷന് അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് അവര് ടു ആൻഡ് ഫ്രോ ജേണിക്കും അതുപോലെ തന്നെ പരീക്ഷയ്ക്കും ഉള്ള സമയം ഡ്യൂട്ടി ലീവായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷന് സ്പെഷ്യൽ ക്യാഷ് ലീവ് ടു അറ്റൻഡ് ദ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഓബ്ലിഗേറ്ററി ആണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനോ അടുത്ത ഇൻക്രിമെന്റ് കിട്ടുന്നതിനോ ഒക്കെ ഈ ടെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് അതിന് സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാഷ് ലീവ് ടു അറ്റൻഡ് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ എക്സാമിനേഷൻ ടു കവർ ദി ആക്ച്വൽ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ തലേദിവസം കിട്ടത്തില്ല, അന്നത്തെ ദിവസമേ കിട്ടത്തുള്ളൂ. പ്ലസ് ദ മിനിമം പീരീഡ് റിക്വയർഡ് ഫോർ ദി ടു ആൻഡ് ഫ്രോ ജേർണീസ് വിൽ ബി അലൗഡ്. അത് അനുവദിച്ചിട്ടുണ്ട്. റൂൾ 8 അപ്പൻഡിക്സ് 7 അതിൽ കേസാറിൽ അത് പ്രത്യേകിച്ച് പറയുന്നു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്ന ആ ദിവസം, ടെസ്റ്റ് എഴുതുന്ന ദിവസത്തിന് നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതുന്ന ടൈം, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്താണ് പരീക്ഷ എഴുതേണ്ടി വരുന്നെങ്കിൽ കൊല്ലം വരെ പോകാനുള്ള മിനിമം ടൈം അതും അനുവദിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഡിസേബിൾഡ് എംപ്ലോയീസിന് 15 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട്. അത് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്. പിന്നെ അത് വളരെ പ്രധാനപ്പെട്ട ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ ഇതുപോലുള്ള പല കാര്യങ്ങൾക്ക് ഈ എന്താ പറയുക അവർക്ക് ഫിസിക്കലി ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ ആ ഡിസബിലിറ്റിക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 15 ദിവസം ലീവ് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ് അവർക്കും 15 ദിവസം സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിച്ചിട്ടുണ്ട് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ദി ഇൽനെസ് കണക്റ്റഡ് വിത്ത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. അപ്പൊ അതിനും 15 ദിവസം അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർത്തോളുക. ഇനി ഫോർ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ 14 ഡേയ്സ് 14 ദിവസം അനുവദിച്ചിട്ടുണ്ട്. കീമോ റേഡിയേഷൻ അതിന് 6 months ആണ് അനുവദിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇസ് എക്സ്റ്റെൻഡഡ് അപ് ടു 6 months ആണ്. മാക്സിമം 6 months വരെ അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആ സ്പെഷ്യൽ ലീവുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സോട് ക്ലിയർ ചെയ്ത് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഹിസ്റ്ററക്ടമിക്ക് 45 days അല്ലേ? യെസ് 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 യെസ്. പിന്നെ സാറേ ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റിക്ക് 30 days ലീവ് അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഒരുപാട് സ്പെഷ്യൽ ഇപ്പൊ നമുക്ക് ഇപ്പം സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റില് 15 ദിവസം, നാഷണലിന് 30 ദിവസം, പറയാൻ മനസ്സിലായില്ലേ? മറ്റ് അങ്ങനെ ഓരോന്നിനും ഇത് പറയുന്നുണ്ട്. സാറേ ഒരു ക്വസ്റ്റ്യൻ വന്ന് ചാറ്റ് ബോക്സിനകത്ത്, വേർ ക്യാൻ യു ബൈ സാറിന്റെ ബുക്സ് എവിടെ മേടിക്കാൻ കിട്ടുമെന്നാ ചോദിച്ചിട്ടുള്ളത്. ലീവിന്റെ ബുക്ക് സുകുമാർ ബുക്സിൽ കിട്ടും. സുകുമാർ ബുക്സില് ന്യൂ റൂൾസ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ ഇറങ്ങിയിട്ടില്ല. പഴയ എഡിഷന് കിട്ടത്തുള്ളൂ, പുതിയ എഡിഷൻ ആയിട്ടില്ല. പുതിയ എഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. മാത്രമല്ല ഒരു KSRന് മലയാളം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതും അധികം താമസിയാതെ കൊടുക്കും. അതും KSR വിത്ത് എക്സാമ്പിൾസ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ KSRന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഫുൾ ടെക്സ്റ്റ്, 2 വോളിയം ടെക്സ്റ്റ്, അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണം. PSC ടെസ്റ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ ആ സാങ്ഷന് വേണ്ടി ഏറ്റവും അടുത്ത ദിവസം ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും. അത്രയും ആയിട്ടുണ്ട്. സാറേ അടുത്തൊരു ചോദ്യം, ക്യാൻ വൺ ഗോ ആസ് ട്രെയിനിങ് ഫാക്കൽറ്റി ഇൻ ഗവൺമെന്റ് സെന്റർ ആൻഡ് ഗെറ്റ് ഓണറേറിയം? വൈ നോട്ട്? IMG പഠിപ്പിക്കുന്നതിന് വാങ്ങിക്കാമല്ലോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ IMG സർവീസിലിരിക്കുമ്പോൾ IMG പഠിപ്പിച്ചിരിക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടാറുണ്ട്. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് ടാക്സബിൾ. നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കൊടുക്കേണ്ടി വരും, ഇത് കാണിക്കേണ്ടി വരും. ദൂരദർശനിൽ നിന്ന് കിട്ടുന്ന പൈസ ആണെങ്കിലും അതും ടാക്സബിൾ ആണ്. ഞാൻ ദൂരദർശനിലെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളപ്പോൾ അതും ടാക്സബിൾ ആണ്. എൻ്റെ ഇതിൽ കാണിക്കണം, വരുമാനത്തിൽ അത് കാണിക്കണം. സാറേ ഹെൽത്ത് സർവീസിൽ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഒരു ട്രെയിനിങ് ടോപ്പിക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓണറേറിയം മേടിക്കാൻ പറ്റുമോ? തന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം. അതിനെന്താ? അത് തന്നു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ചിക്കൻ ബോക്സ് വന്നാലും നമുക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടത്തില്ലേ? 14 ദിവസമാണ് ചിക്കൻ ബോക്സിന്. എപ്പിഡമിക് ഡിസീസസിന്റെ കൂട്ടത്തില് ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഓർഡർ അത് വന്നിട്ടുണ്ട്. പണ്ടില്ലായിരുന്നു, സ്മാൾ പോക്സ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ചിക്കൻ ബോക്സിന് അത് കിട്ടുന്നുണ്ട്, കൊടുക്കുന്നു. ബിന്ദു ഡോക്ടറെ, നമുക്ക് ഇവർക്ക് ഇനി നാളെ രാവിലെ പിള്ളേർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം, വീട്ടുകാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം. ഞാനിവിടെ ഇരുന്ന് KSR പറഞ്ഞുകൊണ്ടിരുന്ന മണിക്കൂറുകളോളം പറയും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പൊ എന്റെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഡോക്ടറെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഇന്നിപ്പോ പുതിയതായിട്ട് വന്നവർ വേണമെങ്കിൽ പലരും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൊണ്ട് ഐ ഷൽ ഗീവ് മൈ നമ്പർ വൺസ് അഗൈൻ. You can please note down 9446 936 709. Repeat once again, 9446 936 709. അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോഴേ ഇന്ന് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പറഞ്ഞതിന് ശേഷം നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, പ്ലീസ്. ആദ്യം കണ്ട മേഡം തന്നെ പറഞ്ഞാട്ടെ, ഫീഡ്ബാക്ക് കേൾക്കണം. ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ. ക്ലാസ് കേട്ട മെമ്പേഴ്സിന് ആർക്കെങ്കിലും പറയാം, സാറിനോട് നേരിട്ട് പറയാം. ട്രിവാൻഡ്രത്ത് നിന്നുള്ളവരോ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ എല്ലാവരും കയറിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും സാറിനോട് നേരിട്ട് പറയാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സാറ് കവർ ചെയ്യണോ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എല്ലാവരും തിരക്കാൻ തോന്നുന്നു സാറേ. എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ്. കാരണം നമ്മുടെ മെമ്പേഴ്സിന് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള ദൈനംദിന നമ്മുടെ ലീവിന്റെ കാര്യങ്ങള്. സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും എപ്പോഴും പലർക്കും ഡൗട്ട്സ് വരികയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് ക്ലാസ് സാറ് നമുക്ക് വേണ്ടി എടുത്തു. സാറിന്റെ എല്ലാ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ KGMO മെമ്പേഴ്സിനും അവരെ ഓർത്ത് വെക്കാൻ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. സാറിന്റെയും വിലപ്പെട്ട സമയം, എല്ലാവരുടെയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് നമ്മളിത് ഈ ഒരു ക്ലാസ് കേട്ടു. സാറിന് വളരെയധികം KGMO നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയുടെ പേരിലും സ്റ്റേറ്റ് അക്കാഡമിക് സെല്ലിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു സാർ. നമുക്ക് ഇനിയും നമ്മുടെ അടുത്ത സെഷൻസുമായിട്ട് തുടർന്ന് പോകാം. അപ്പൊ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. എല്ലാവർക്കും അടുത്ത സെഷനിൽ താങ്ക് യു വെരി മച്ച്. സാർ. നന്ദി. താങ്ക് യു സോ മച്ച് സാർ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. Good night, sir.